മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തെ ഉറച്ച കോട്ടയായ വേങ്ങരയിൽ ഇത്തവണ കടുത്ത മത്സരം നടത്താൻ ഉറച്ചാണ് ഇടതുമുന്നണി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. 2006 കുറ്റിപ്പുറം ഇത്തവണ വേങ്ങരയിൽ ആവർത്തിക്കുമെന്നാണ് LDFന്റെ ഉറച്ച പ്രതീക്ഷ. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ് UDF സ്ഥാനാർത്ഥി. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപേ മണ്ഡലത്തിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് UDF. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 38,237 എന്ന സംസ്ഥാനത്തെ ഉയർന്ന രണ്ടാമത്തെ ഭൂരിപക്ഷം നേടിയാണ് PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് വിജയിച്ചു കയറിയത്. ലീഗിന്റെ കോട്ടയായ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകൾ വേങ്ങരയെ UDFന്റെ ഉറച്ച കോട്ടയാക്കി. വേങ്ങരയിൽ തന്റെ രണ്ടാം അംഗത്തിന് കുഞ്ഞാലിക്കുട്ടി തയ്യാറെടുക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മണ്ഡലത്തിലെ UDF പ്രവർത്തകർ. കഴിഞ്ഞ 5 വർഷം വോട്ടർമാർ അർപ്പിച്ച വിശ്വാസം തിരിച്ചു നൽകാനായി എന്നത് കുഞ്ഞാലിക്കുട്ടി നേട്ടമായി കാണുന്നു. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും വിജയപ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു. പ്രധാനമായിട്ട് മണ്ഡലത്തിലെ എല്ലാ റോഡുകളും റബ്ബറൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നല്ല റോഡുകളാക്കി മാറ്റുക, റബ്ബറൈസ് ചെയ്ത് ലൈറ്റ് പിടിപ്പിച്ച് ബോർഡ് വെച്ച് ബ്യൂട്ടിഫൈ ചെയ്യുക. ലീഗ് കോട്ടയെന്ന അവകാശവാദം നിലനിൽക്കുമ്പോഴും ഇത്തവണ ജനം മാറ്റി വിധി എഴുതുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. ലീഗ് നടത്തിയത് വികസന തട്ടിപ്പാണെന്ന വാദം ഉയർത്തിക്കാട്ടിയാണ് LDF സ്ഥാനാർത്ഥി PP ബഷീറിന്റെ പ്രചരണം. വ്യവസായ മന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഒരു വ്യവസായ കേന്ദ്രം പോലും സിറ്റിംഗ് MLAക്ക് തുടങ്ങാനായില്ലെന്നതും LDF പ്രചരണ ആയുധമാക്കുന്നു. മണ്ഡലത്തിലെ വികസനം ഫ്ലക്സ് ബോർഡിൽ ഒതുങ്ങുന്നത് അദ്ദേഹം നടത്തിയെന്ന് പറയുന്ന വികസനം ഹൈമാക്സ് ലൈറ്റ്, പാട്ട് പാടുന്ന വെയിറ്റിംഗ് ഷെഡ്, അരഞ്ഞാണം കെട്ടിയ റോഡ്. ഈ മണ്ഡലത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുടിവെള്ളക്ഷാമമാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസന മാതൃക കേരളത്തിലെത്തിക്കാൻ BJP അധികാരത്തിൽ വരണമെന്നാണ് NDA സ്ഥാനാർത്ഥി PT ആലിഹാജി പറയുന്നത്. വ്യക്തമായ വികസന കാഴ്ചപ്പാടുള്ള ജനങ്ങൾ ഒപ്പം നിൽക്കുമെന്ന BJP കേന്ദ്രങ്ങൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് പോലെ വേങ്ങര ചുവന്നാൽ അത് മലപ്പുറത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കുമെന്നുറപ്പ്. മറിച്ചായാൽ മണ്ഡലത്തിലെ ലീഗിന്റെ സ്വാധീനം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയും ചെയ്യും. റിപ്പോർട്ടർ, മലപ്പുറം.